ഓണേഴ്സ് ബിസിനസ് റൺ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് അതിന്. അവർക്ക് അക്കൗണ്ടബിലിറ്റി വേണമെന്നില്ല. കാരണം ഞാൻ എൻ്റെ ഉടമസ്ഥനാണ്, ഞാൻ പിന്നെ ആരോടാണ് അക്കൗണ്ടബിലിറ്റി? അപ്പോൾ ആ റൺ ചെയ്യുന്നതിൻ്റെ സ്റ്റാറ്റസ് ഒന്നും മനസ്സിലാക്കിയാൽ ഈസ് റണ്ണിങ് ദ ബിസിനസ് വിത്ത് ഓണർഷിപ്പ് ആൻഡ് പവർ. സാർ, ഈ ഫാമിലി ബിസിനസ്സിൽ സക്സഷൻ റേറ്റ് കുറഞ്ഞു വരുന്നല്ലോ. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് സാറിന് പറയാനുള്ളത് എന്താ? പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം ഫാമിലി ബിസിനസ്സിൻ്റെ ഡെഫിനിഷൻ ഡിസ്കസ് ചെയ്തല്ലോ. എൻ്റെ ഉടമസ്ഥതയും ലോങ് ടൈം പ്ലാനിങ്ങും ഷോർട്ട് ടൈം പ്ലാനിങ്ങും ഓപ്പറേഷണൽ ഡിസിഷൻസും പിന്നെ ആക്ടിവിറ്റീസ് എല്ലാം തീരുമാനിക്കുന്നത് ആ മുകളിലിരിക്കണ ആളാണ്. പിന്നെ അത് ഈ ഓണേഴ്സ് ബിസിനസ് റൺ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് അതിന്. അവർക്ക് അക്കൗണ്ടബിലിറ്റി വേണമെന്നില്ല. കാരണം ഞാൻ എൻ്റെ ഉടമസ്ഥനാണ്, ഞാൻ പിന്നെ ആരോടാണ് അക്കൗണ്ടബിലിറ്റി? അപ്പോൾ ആ റൺ ചെയ്യുന്നതിൻ്റെ സ്റ്റാറ്റസ് ഒന്നും മനസ്സിലാക്കിയാൽ ഈസ് റണ്ണിങ് ദ ബിസിനസ് വിത്ത് ഓണർഷിപ്പ് ആൻഡ് പവർ. രണ്ടും ഉണ്ട്. ആരോടും ഉത്തരം പറയണ്ട, എന്ത് ചെയ്താലും ആരോടും ചോദിക്കണ്ട. അപ്പോൾ ഉടമസ്ഥാവകാശം അവിടെയുണ്ട്, അതോറിറ്റി അല്ലെങ്കിൽ പവറും ഉണ്ട്, അധികാരം. അപ്പം നമ്മളിപ്പോൾ ഇതിപ്പോൾ പെട്ടെന്നൊന്ന് ഒരു കോർപ്പറേറ്റായിട്ടൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, കോർപ്പറേറ്റിൽ ഫോർ എക്സാമ്പിൾ ഒരു മാനേജിങ് ഡയറക്ടർ അല്ലെങ്കിൽ ഒരു CEO, ആ മാനേജിങ് ഡയറക്ടർ CEOയ്ക്ക് പവർ ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ്, മനസ്സിലായില്ലേ? അത്രയേ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ മുകളിൽ ചെയ്യണമെങ്കിൽ ബോർഡിൻ്റെ പെർമിഷൻ വേണം. ഇനി ബോർഡും സർവാധികാരിയൊന്നുമല്ല. ചില കാര്യങ്ങൾ എൻ്റെ ഓണേഴ്സ്, അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പെർമിഷൻ വേണം. ഇത്രയും ഫിൽറ്ററിങ് കഴിഞ്ഞിട്ടാണ് ഒരു തീരുമാനം എടുക്കുന്നത്. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു പ്രൊഫഷണൽ മാനേജിങ് ഡയറക്ടർ അല്ലെങ്കിൽ CEO എടുത്താൽ അക്കൗണ്ടബിൾ ടു സോ മെനി. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇൻഡിഗോ വായിച്ചു കാണും, ഏറ്റവും കറണ്ട് എക്സാമ്പിളാണ്. ഇൻഡിഗോ ഈ പ്രോബ്ലത്തിലേക്ക് പോയപ്പോൾ ആരെയാണ് ഇവർ സമ്മൺ ചെയ്യുന്നതും ക്വസ്റ്റ്യൻ ചെയ്യുന്നതും ആരെ? അവിടെ CEO ആണ്. CEO ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യങ്ങളാണത്. അതൊരു സ്ട്രാറ്റജിക് ഡിസിഷനിലല്ല അത് പറ്റിയത്. അത് പറ്റിയിരിക്കുന്ന ഒരു ഓപ്പറേഷൻ ഡിസിഷനാണ്. അതിൻ്റെ ഉത്തരവാദിത്വം CEOയ്ക്കാണ്. മനസ്സിലായില്ലേ? ഈ ഒരു സ്ക്വയറിൽ ഇതുപോലെ പറഞ്ഞ ഫാമിലി ബിസിനസ്സിൽ ഉണ്ടാവണമെന്നില്ല. ഈ ഓണർ അല്ലെങ്കിൽ ഈ CEO ഒരു ഫാമിലിയുടെ ആളാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ ആ അതോറിറ്റി ഉള്ള ഒരാളാണെങ്കിൽ അക്കൗണ്ടബിൾ ടു ഹൂം? ഇതിപ്പോൾ ഇന്ത്യയുടെ കേസിൽ പബ്ലിക്കിനോട് അക്കൗണ്ടബിലിറ്റി വന്നു, അല്ല മറ്റുള്ള കേസിൽ ബിസിനസ്സിന് മാത്രം ദോഷം വരുന്ന ഒരു കാര്യമാണെങ്കിൽ അക്കൗണ്ടബിലിറ്റി ഇല്ലല്ലോ. അപ്പോൾ ഈ പർട്ടിക്കുലർ പേഴ്സൺ അൺലസ് പുള്ളി മനസ്സ് തുറന്ന് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെ പറ്റി അനലൈസ് ചെയ്ത് അതിൻ്റെ വരും പോരായ്കൾ നടത്തി ഒരു തീരുമാനം എടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളല്ല എങ്കിൽ ഈ ഓണർഷിപ്പും പവറും അതോറിറ്റിയും വെച്ചുള്ള തീരുമാനങ്ങൾ ആർക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് അത് വളരെ ദോഷമായിട്ട് വരാൻ പറ്റും. പുള്ളിക്ക് എന്ത് വേണം ചെയ്യാൻ പറ്റും, ഏത് തീരുമാനങ്ങളും എടുക്കാൻ പറ്റും, അല്ലേ? ആര് ചോദിക്കാനാണ്? കാരണം ഓണർഷിപ്പ് അവിടെയുണ്ട്. ഇതാണ് അതിന് ചോദിച്ച ക്വസ്റ്റിന് ഒരു സിംഗിൾ ആൻസർ. ഇങ്ങനെയുള്ള ഡിസിഷൻസ് നമ്മൾ കണ്ടമാനം കാണുന്നുണ്ട്. പിന്നെ അടുത്ത പ്രശ്നം വേറൊരു ഇതുണ്ട്, ഓണേഴ്സ് ബ്ലാക്ക് സ്പോട്ട് എന്ന് പറയും. അതായത് ഓണറിൻ്റെ ബ്ലാക്ക് സ്പോട്ട്, പുള്ളി അത് മാത്രം കാണില്ല, ബാക്കി കാര്യങ്ങൾ പറയാനും അഡ്വൈസ് ചെയ്യാനും ഇൻഫർമേഷൻ കൊടുക്കാനൊക്കെ ആളുണ്ട്. പുള്ളി കാണേണ്ട കാര്യങ്ങൾ കാണില്ല. ആവാം, അല്ലെങ്കിൽ കാണാനൊരു ഉത്തരവാദിത്തം ഇല്ലല്ലോ. ചിലപ്പോൾ ഇത് ആ പവറും ആ പൊസിഷനിലും നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ആ പൊസിഷനിലും അതും ബിസിനസ് നന്നായിട്ടാണ് പോകണമെങ്കിൽ പിന്നെ വേറൊരു ലെവലാണ് തിങ്കിങ്. അപ്പോൾ അത് കൊണ്ടുപോയി എത്തിക്കുന്നത് ഒരു പക്ഷേ ഈ സക്സഷൻ റേറ്റിൻ്റെ മറ്റേ സെക്ഷനിലേക്കായിരിക്കാം.